വളരെ പാവനമായ ഒരു സദസ്സ്. നല്ലത് മാത്രം പറയുന്നു, നല്ലത് മാത്രം കേൾക്കുന്നു. ഈ കാലഘട്ടത്തിൽ, ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു ധർമ്മം പ്രയോഗിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനം, അതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഒരാഹ്വാനം വരുമ്പോൾ എല്ലാവരും അത് നല്ല മനസ്സോടെ സ്വീകരിക്കുന്നു. ഈ ഒരു സദസ്സിൻ്റെ പ്രത്യേകത അതാണ്. ആദരണീയനായ തങ്ങളവറുകൾ സ്നേഹ സന്ദേശത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയും പരസ്പരം മനസ്സുകളുടെ സംയോജനം ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അത് ചെവിക്കൊണ്ടുകൊണ്ട് ഒരു സമൂഹം ഉയർന്നു നിൽക്കുന്നു. ഇവിടെ മതങ്ങളില്ല, ജാതിയില്ല, വർഗമില്ല, പാർട്ടി വ്യത്യാസങ്ങളില്ല, വർണ്ണങ്ങൾ ഒന്നുമില്ല. എല്ലാവരും ആ നല്ല ശബ്ദം കേൾക്കുന്നു. മനുഷ്യനിൽ ഈ ഒരു ധർമ്മചിന്ത നിലവിലുള്ള സാഹചര്യത്തിൽ അതിനെ നശിപ്പിക്കാതിരിക്കാനും ഈ ഒരു മഹത്തായ ശബ്ദത്തിന് വില കൽപ്പിക്കാനും, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം വളരെ രൂക്ഷമായ നിലയ്ക്ക് വർഗീയ വികാരങ്ങൾ ഇളക്കിവിടുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടുത്തെ മുഴുവൻ മതവിശ്വാസികളും നേതൃത്വവും ഒന്നിച്ച് നിന്നുകൊണ്ട് മുഴക്കുന്ന ഈ സമാധാനത്തിൻ്റെ സന്ദേശം, ഈ സ്നേഹത്തിൻ്റെ സന്ദേശം, അത് പവിത്രമാണ്, ആദരണീയമാണ്, ദൈവികമാണ്, പരലോകത്ത് മോക്ഷം ലഭിക്കുന്നതാണ്. അതിനെ കാത്തു രക്ഷിക്കുക, ആ ഐക്യത്തിൽ നാം എല്ലാവരും പങ്കെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.